ഹായ് ഓൾ, ഭരണഘടനാ നിർമ്മാണ സഭയുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് റീസെന്റ് നടന്നിട്ടുള്ള PSC എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകൾ പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലോട്ട് പോവാം അല്ലെ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് എന്നാ 1946 ഡിസംബർ 6 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഡിസംബർ 9 അതിന്റെ ആദ്യത്തെ സമ്മേളനം, പ്രഥമ സമ്മേളനം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത് അല്ലെ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായും കൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നത് എന്നാണ്? ഡിസംബർ 11 1946 ഡിസംബർ 11. അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട തീയതിയാണ് ഈ പറയുന്ന ഡിസംബർ 13 എന്ന് പറയുന്നത്. ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതാണ് ഡേറ്റ്? ഡിസംബർ 13 1946. ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് നമ്മുടെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത് ഏത് തന്നെയാണ്? ഈ പറയുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഈ ഒരു ചെറിയ ടൈമിൽ ഇത്രയും ഫാക്ടുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്